വിശുദ്ധ വാരത്തിലെ വെള്ളിയാഴ്ച ദുഃഖവെള്ളിയാഴ്ചയാണ്. ദുഃഖവെള്ളി എന്ന് പറയാൻ കാരണം അന്നാണ് കർത്താവായ ഈശോ കാൽവരിയിലെ കുരിശിൽ മരിച്ചത്. കുരിശുമരണം ദാരുണമായിരുന്നു. പീഡാസഹനത്തിന് ശേഷമാണ് ഈശോ കുരിശിൽ തറയ്ക്കപ്പെട്ടത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വെള്ളിയാഴ്ചയെ ദുഃഖവെള്ളിയാഴ്ച എന്ന് പറയുന്നത്. അത് മനുഷ്യൻ്റെ പക്ഷത്തു നിന്ന് ചിന്തിക്കുമ്പോൾ വൈകാരികമായിട്ട് പറയുന്ന ഒരു പേരും വിശേഷണവുമാണ്. ദുഃഖവെള്ളിക്ക് ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്നാണ് പറയുന്നത്. ഗുഡ് ഫ്രൈഡേ എന്നതിന് നല്ല വെള്ളിയാഴ്ച എന്ന് തർജ്ജമ നൽകാം. എന്തുകൊണ്ടാണ് നല്ല വെള്ളിയാഴ്ചയായി അത് മാറിയത്? മനുഷ്യൻ്റെ പാപങ്ങൾക്ക് കുരിശുമരണത്തിലൂടെ പരിഹാരമായി. മരണത്തിൻ്റെ മേലുള്ള വിജയമാണ് കുരിശിൽ മരിച്ചത് വഴി കർത്താവായ യേശു നേടിയത്. ഇക്കാരണത്താലാണ് അത് നല്ല വെള്ളിയാഴ്ചയാണ്, മനുഷ്യകുലത്തിന് ഗുണം ചെയ്ത വെള്ളിയാഴ്ചയാണ് എന്ന് പറയുന്നത്. യേശുവിൻ്റെ കുരിശുമരണം യാദൃച്ഛികമായിരുന്നില്ല. ആരുടെയെങ്കിലുമൊക്കെയോ ഗൂഢാലോചനയുടെ ഫലമായി സംഭവിച്ചതുമായിരുന്നില്ല അവിടുത്തെ കുരിശുമരണം. അത് ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു. രക്ഷാകര പദ്ധതി പൂർത്തിയാകുന്നതിന് കർത്താവായ മിശിഹ ക്രൂശിതനാകേണ്ടിയിരുന്നു. മനുഷ്യൻ്റെ പാപത്തിന് പൂർണ്ണമായി പരിഹാരം ചെയ്യാൻ മനുഷ്യന് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് മനുഷ്യരൂപം സ്വീകരിച്ച കർത്താവായ ഈശോ മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്. തൻ്റെ ദൗത്യവും നിയോഗവും കുരിശിൽ മരിക്കുക എന്നതായിരുന്നു എന്ന് കർത്താവിന് ബോധ്യമുണ്ടായിരുന്നു. കർത്താവായ യേശുവിൻ്റെ ജീവിതം കാൽവരിയിലേക്ക് ഉന്മുഖമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഉണ്ണിമിശിഹ ജനിച്ചപ്പോഴേ കാൽവരിയിലേക്കാണ് നോക്കിയത് എന്നാണ് പണ്ഡിതനും പ്രഭാഷകനുമായ ഫുൾട്ടൻ ജെ ഷീൻ പറഞ്ഞത്. യേശുവിൻ്റെ മനസ്സിൽ എപ്പോഴും ജെറൂസലവും കാൽവരിയും ഉണ്ടായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം ആരംഭിച്ചത് ഗലീലിയിലാണ്. ആ യാത്ര ലക്ഷ്യം വെച്ചത് ജെറൂസലമിലേക്കാണ്. അതായത് കർത്താവായ യേശു ജെറൂസലമിലേക്ക് എത്തിയത് കുരിശിൽ മരിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിനർത്ഥം ആരെങ്കിലും കർത്താവിനെ അപായപ്പെടുത്തുകയായിരുന്നില്ല എന്നാണ്. സ്വമനസാലെയാണ് കർത്താവായ മിശിഹ മനുഷ്യൻ്റെ പാപപരിഹാരത്തിനു വേണ്ടി ജീവിതം കുരിശിൽ സമർപ്പിച്ചത്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ വായിക്കുന്നു, ഞാൻ എൻ്റെ ജീവൻ സമർപ്പിക്കുന്നത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അതായത് ആരുടെയെങ്കിലും സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടല്ല യേശു കുരിശിൽ മരിച്ചത് എന്നർത്ഥം. യേശു കുരിശിൽ മരിച്ചത് പാപത്തിൻ്റെ മേൽ വിജയം കൈവരിക്കാനാണ്, മരണത്തിൻ്റെ മേൽ ജയം പ്രഖ്യാപിക്കാനാണ്, സഹനങ്ങൾക്ക് അർത്ഥമുണ്ട് എന്ന് തെളിയിക്കാനാണ്. മരണത്തിൽ ജീവിതം അവസാനിക്കുന്നില്ല, അത് നിത്യജീവനിലേക്കുള്ള ഒരു കടന്നുപോക്ക് മാത്രമാണ്. അതായത് എല്ലാം മരണം കൊണ്ട് തീരുന്നു, ശൂന്യതയിലേക്ക് കടക്കുന്നു എന്നുള്ള തെറ്റായ ധാരണയെ തിരുത്തുകയും പ്രത്യാശയുടെ സന്ദേശം കുരിശുമരണത്തിലൂടെ കർത്താവ് നൽകുകയും ചെയ്യുകയാണ്. ലാസറിൻ്റെ മരണത്തിൽ വിലപിച്ചിരുന്ന സഹോദരിമാരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി കർത്താവായ യേശു ബേഥനിയായിൽ എത്തിയത് ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ മർത്ത കർത്താവിനോട് പരിഭവം പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അവളെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട്
യേശു പറഞ്ഞത് ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്നാണ്. അതായത് കർത്താവിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ബോധ്യമാണ്, മരണത്തിലെല്ലാം അവസാനിക്കുന്നില്ല, അത് മറ്റൊരു ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണ്. ആ പൊതുജീവനിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള വ്യവസ്ഥയും യേശു അവിടെ വ്യക്തമാക്കി. യേശുവിൽ വിശ്വസിക്കുക എന്നുള്ള ഒരേ ഒരു വ്യവസ്ഥ. ചുരുക്കത്തിൽ ദുഃഖവെള്ളി ദുഃഖിക്കുവാനുള്ള വെള്ളിയാഴ്ചയല്ല, കുരിശിലെ മരണത്തിലൂടെ ലോകത്തിന് രക്ഷ കൊണ്ടുവന്ന കർത്താവായ ഈശോയോട് ചേർന്ന് ജീവിക്കാനുള്ള തീരുമാനമെടുക്കുവാനുള്ള സമയമാണ്. ദുഃഖവെള്ളിയെ നല്ല വെള്ളിയായി സ്വീകരിക്കുന്നവരാണ് ജീവിതത്തിൽ നിത്യജീവനിലേക്ക് കടക്കുന്നവർ. ദുഃഖവെള്ളിയെ നല്ല വെള്ളിയായി നമുക്ക് സ്വീകരിക്കാം.